നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 1200 ആണ്ട് പുതുവർഷ ഫലമാണ് പറയുന്നത്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഫലം പറഞ്ഞാൽ ഓഗസ്റ്റ് 17, 2024 മുതൽ ഓഗസ്റ്റ് 16, 2025 വരെയുള്ള ഒരു വർഷ ഫലമാണ് പറയുന്നത്. തുലാം മുതൽ ധനു വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പറഞ്ഞാൽ ചിത്തിരം മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലം. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം ഇടവൻ രാശിയിലാണ്. മെയ് 14, 2025 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും. ശനി കുംഭൻ രാശിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാർച്ച് 29, 2025 കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ശനി രാശി മാറും. രാഹു മീനൻ രാശിയിലാണ് ഇപ്പോൾ ഉള്ളത്. മെയ് 18, 2025 രാഹു മീനൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ കുംഭൻ രാശിയിൽ പ്രവേശിക്കും. കേതു കന്യരാശിയിലാണിപ്പോൾ. മെയ് 18, 2025 കേതു കന്യരാശിയിൽ നിന്ന് വക്രഗതിയിൽ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കും. വർഷാരംഭത്തിൽ സൂര്യൻ ചിങ്ങൻ രാശിയിലാണ്. എല്ലാ മാസവും സൂര്യൻ രാശി മാറിക്കൊണ്ടിരിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിൽ രാശി മാറിക്കൊണ്ടിരിക്കും. തുലാം രാശി ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. വ്യാഴം നിങ്ങളുടെ അഷ്ടമ ഭാവത്തിലും ശനി 5-ാം ഭാവത്തിലും രാഹു 6-ാം ഭാവത്തിലും കേതു 11-ലുമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ രാശിയാധിപൻ ശുക്രനാണ്. അത് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും വർഷം മുഴുവനും കിട്ടും. വർഷത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലവും കൂടിയ ഒരു ഫലമാണ് കിട്ടുക. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് ഉണ്ടാവും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം. ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ സഹകരണം കിട്ടാതെ വരിക, അതുപോലെ ടെൻഷനൊക്കെ നിലനിൽക്കും. ആത്മധൈര്യം വർദ്ധിക്കും. മാർച്ച് 29 ശനി നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതോടുകൂടി അതുപോലെ നിങ്ങൾക്ക് ആരോഗ്യം നല്ലതാകും. പിന്നെ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ശനിദോഷമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശനിയുടെ പോസിറ്റീവ് ഫലങ്ങളാണ് വർഷം മുഴുവനും കിട്ടുക. തടസ്സങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ജീവിത വിജയം നേടാനായിട്ട് പറ്റും. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. മെയ് 14 വ്യാഴം നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്ക് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറും. ഇപ്പോൾ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാകും. ശുഭകാര്യങ്ങളൊക്കെ നടക്കും. ഭാഗ്യവും ധനലാഭവും ഉണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കും. പുതിയ ജോലി കിട്ടാൻ, ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വിവാഹഭാഗ്യം, പ്രണയവിവാഹം നടക്കാൻ, സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. പുതിയ പ്രണയബന്ധം കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കലാമേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. നിങ്ങൾക്ക് നല്ല പേഴ്സണാലിറ്റി വർദ്ധിക്കും. ധനലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലതാകും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമായ വർഷമാണ്. പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. അനാവശ്യ ചിന്തകൾ വർദ്ധിക്കും. ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിലും യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ മാറിക്കിട്ടും. സന്താനങ്ങളെപ്പറ്റി ചിന്ത നിലനിൽക്കും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, ശമ്പളം കൂടി കിട്ടാൻ, ജോലി ട്രാൻസ്ഫർ കിട്ടാനൊക്കെ പുതുവർഷം അനുകൂലമാണ്. കുടുംബത്തെ ഐശ്വര്യം നിലനിൽക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പുതിയത് തുടങ്ങാൻ, അതുപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. എല്ലാറ്റിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ വ്യാഴാഴ്ചകളിൽ നിങ്ങളുടെ മതാചാരപ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത്, സർപ്പങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യം കിട്ടും. പുതുവർഷം സർവ്വൈശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വൃശ്ചികൻ രാശി വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട. വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവത്തിലും ശനി 4-ാം ഭാവത്തിലും രാഹു 5-ലും കേതു 11-ലുമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് ആത്മധൈര്യത്തോടെ ഉത്സാഹത്തോടെ എല്ലാ ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതുവർഷം നിങ്ങൾക്ക് നല്ലതാണ്. വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ഉന്നത പഠനത്തിന് അനുകൂലമാണ്. തൊഴിൽ പുരോഗതി, കുടുംബ അഭിവൃദ്ധി, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഗുണം കിട്ടും. കിട്ടാതിരുന്ന പണം കയ്യിൽ വന്നു ചേരാൻ, മുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. പ്രശസ്തി വർദ്ധിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ, അതുപോലെ യാത്രകൾ വർദ്ധിക്കും. വിവാഹം നടക്കാൻ, നല്ല വിവാഹാലോചനകൾ കിട്ടാനൊക്കെ അനുകൂലമാണ്. അതുപോലെ ചിത്രകലയിൽ, ഫോട്ടോഗ്രാഫിൽ, കലാപ്രവർത്തന രംഗത്തൊക്കെ നേട്ടങ്ങളുണ്ടാകും. എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. വിദേശ ജോലിക്ക് അവസരങ്ങൾ കിട്ടും. അതുപോലെ കാര്യവിജയം, സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്ക് കിട്ടും.
ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. അതുപോലെ വാഹനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. വസ്തു വാഹന ലാഭം, പിന്നെ സന്താന ഗുണം വർദ്ധിക്കും. ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. കാർഷിക മേഖലയിൽ അതുപോലെ കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും. പൂർവിക സ്വത്ത് കിട്ടാൻ, അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരിക, ശത്രുക്കൾ വർദ്ധിക്കും. അതുപോലെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. മാർച്ച് 29 ശനി നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ തൊട്ട് നിങ്ങളുടെ ശനിദോഷം മാറിക്കിട്ടും. പിന്നെ മെയ് 14 വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിക്കും. ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശനിയാഴ്ചകളിൽ നിങ്ങളുടെ മതാചാര പ്രകാരം പ്രാർത്ഥിക്കുന്നത്, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത്, അതുപോലെ ഭദ്രകാളി പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും പുതുവർഷം സർവൈശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാൽ. വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിലും ശനി 3ലും രാഹു നിങ്ങളുടെ 4ാം ഭാവത്തിലും കേതു 10ാം ഭാവത്തിലുമാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ. നിങ്ങളുടെ രാശിയാധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല അറിവും ബുദ്ധിയും ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനും നല്ല ജീവിത വിജയം നേടാൻ സാധിക്കും. വർഷത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഒരു ഫലമാണ് കിട്ടുക. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. കഠിന പ്രയത്നത്തോടെ ജോലിയിലും ബിസിനസ്സിലും ലാഭം ഉണ്ടാക്കാൻ പറ്റും. ധനനേട്ടം, ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ പറ്റും. വരുമാനവും ലാഭം ഉണ്ടെങ്കിലും അനാവശ്യ ചിലവ് വർദ്ധിക്കും. വിദേശ യാത്ര, ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ടെൻഷൻ നിലനിൽക്കും. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ സഹകരണം കിട്ടാതെ വരിക, ശത്രുക്കൾ വർദ്ധിക്കും. അതുപോലെ വസ്തു വാങ്ങാൻ, വീട് വയ്ക്കാനൊക്കെ അനുകൂലമാണ്. അപവാദങ്ങളിൽ പെടാതെയൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്കിപ്പോഴും ഉണ്ടാകും. മറ്റുള്ളവരുടെ ചതിയിലൊക്കെ പെടാതെ ശ്രദ്ധിക്കണം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. മാർച്ച് 29 ശനി നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. മെയ് 14 വ്യാഴം നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വിവാഹഭാഗ്യം, പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ, പുനർവിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ്. ദാമ്പത്യം നല്ലതാകും. വീട്, വസ്തു, വാഹന ഭാഗ്യം, ആഗ്രഹങ്ങൾ നടക്കും. യാത്രകൾ, ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. ബിസിനസ്സിൽ, ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. പുതിയത് തുടങ്ങാൻ, വീട് പണി മുഴുവനാക്കാനൊക്കെ സാധിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. ആഗ്രഹങ്ങൾ നടക്കും. തൊഴിൽ വിജയം, പരോപകാര താല്പര്യം നിങ്ങളിൽ വർദ്ധിക്കും. കുടുംബത്ത് ഐശ്വര്യം നിലനിൽക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ വ്യാഴാഴ്ചകളിൽ നിങ്ങളുടെ മതാചാര പ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് കൊണ്ട്, അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുന്നത്, മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. പുതുവർഷം എല്ലാവർക്കും സർവൈശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്